വെൽക്കം ബാക്ക്. നമുക്ക് ഒരാളോട് പറയാനുള്ള കാര്യം അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ശരിയായ വാക്കുകൾ അല്ലെങ്കിൽ ശരിയായ ഫ്രേസസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മൾ രാവിലെ എണീറ്റു, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്ന്. അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അറിയാവുന്ന ഒരു മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ അയാളെ വിളിക്കാൻ നോക്കും. വിളിച്ചിട്ട് അയാളെ കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു എന്നാ പിന്നെ ബസ്സിന് പോയേക്കാം. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോഴാണ് ഓഫീസിന്റെ മുന്നിൽ തന്നെ ചെന്ന് ഇറങ്ങുന്ന ഒരു ബസ്സുണ്ട്, അത് പോയി. പിന്നെ അവസാനം ഒരു ക്യാബ് ഒക്കെ വിളിച്ച് ഓഫീസിലെത്തിയപ്പോൾ 2 മണിക്കൂർ ലേറ്റ് ആയി. അപ്പൊ ഇത് നമുക്ക് ഓഫീസിൽ ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ നീട്ടി പറയാൻ സമയമില്ലാത്തപ്പോ നമ്മൾ എന്താണ് മലയാളത്തിൽ പറയുക? എന്തിനേറെ പറയണം, അല്ലെങ്കിൽ എന്തിനധികം പറയണം, ചുരുക്കി പറഞ്ഞാൽ എന്നൊക്കെ പറയില്ലേ? ആ ഒരു അർത്ഥം ഇംഗ്ലീഷിൽ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രത്യേക ഒരു ഫ്രേസ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട് എന്നാണ്. അപ്പൊ ഇത് ഒരു ഇഡിയമാണ്. ഇതിന് ഇഡിയം എന്നാണ് പറയുക. എന്ന് വെച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇഡിയംസ് തന്നെ യൂസ് ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഇഡിയം ഞാനിവിടെ കാണിച്ചല്ലോ. ഇതിന് പകരം നമ്മൾ എനിവേ ഐ വാസ് 2 hours ലേറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടിയില്ല. അവിടെ അത് ഏതായാലും എങ്ങനെ ആയാലും എന്നല്ലേ വരുന്നുള്ളൂ. ഈ ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ അധികം പറയാതിരിക്കാൻ എന്നൊക്കെ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇഡിയം ഉപയോഗിക്കണം. അപ്പൊ അവിടെ എന്താ നമ്മൾ പറയുക? ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട് ഐ വാസ് 2 hours ലേറ്റ് ടു വർക്ക് എന്ന് പറയും അല്ലെ? അപ്പൊ അവിടെ വേണമെങ്കിൽ ടു കട്ട് എന്നുള്ളതിന് പകരം ടു മേക്ക് എന്ന് പറഞ്ഞ് തുടങ്ങാട്ടോ. ടു മേക്ക് ദ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറയാം. ഇനി ഈ ഒരു ഇഡിയം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരു ഫ്രണ്ട് പല 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 കാരണങ്ങൾ കൊണ്ട് അവരുടെ ഒരു വീട് വിൽക്കേണ്ടി വന്നു. അപ്പൊ ഈ കാരണങ്ങൾ മുഴുവനും ഇങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയാണ് ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട് ഷീ സോൾഡ് ഹെർ ഹൗസ്. ഇവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ടു കട്ട് എന്നൊന്നും പറയണ്ട, ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് മാത്രവും പറയാം. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് പറയുന്നതെന്ന്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇൻ ഷോർട്ട് എന്ന് മാത്രം പറയാം. പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടെ ബെറ്റർ ആവും നിങ്ങൾ ഇങ്ങനൊരു ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതൊരു ഇഡിയമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മുഴുവനും ഇതുപോലെയുള്ള ഇഡിയംസ് അല്ല. ചില ഫ്രേസസ് ഉണ്ട്. ചിലപ്പോൾ കൃത്യം ചില വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു ലെവല് ബെറ്റർ ആയതായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ ഒന്ന് കൂടും. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറെ ഫ്രേസസ്, ചില വാക്കുകൾ, ചില ഇഡിയംസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ ലെസന്റെ അവസാനം ഒരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഫ്രേസ് നോക്കാം. ആരെങ്കിലും നിങ്ങളെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ അങ്ങനെ പാർട്ടിക്ക് പോകുന്നത് ഇഷ്ടമല്ല, അവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ? ഐ പ്രിഫർ സ്റ്റേയിങ് ഹോം ടു ഗോയിങ് ടു ദ പാർട്ടി എന്ന് പറയും. അപ്പോൾ ഐ പ്രിഫർ വന്നതുകൊണ്ടാണ് അവിടെ ടു നമ്മൾ യൂസ് ചെയ്തത്. അവിടെ ദാൻ വരില്ല. ഐ പ്രിഫർ സ്റ്റേയിങ് ഹോം ടു ഗോയിങ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ എന്തായിരിക്കും ബേസിക് ഇംഗ്ലീഷിൽ പറയാ? ഓക്കെ അല്ലെങ്കിൽ ദാറ്റ്സ് ഫൈൻ എന്ന് പറയാം. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസ് ആണ് ഫെയർ ഇനഫ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയാവുന്നത് ഫെയർ ഇനഫ്, ഐ അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അപ്പൊ ഫെയർ ഇനഫ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്. അപ്പൊ ഇത് നമുക്ക് പല സിറ്റുവേഷൻസിലും ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ ഫ്രേസ് ആണ്. പിന്നെ ഇതൊരു ഫ്രേസ് ആണ് കേട്ടോ, ഇതൊരു ഇഡിയം അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്ത് നോക്കിയേ. നിങ്ങൾ പിസ്സ ഓർഡർ ചെയ്യാണ്. അപ്പോൾ പിസ്സയിൽ പൈനാപ്പിൾ വരാറുണ്ടല്ലോ ചിലപ്പോൾ. നിങ്ങൾ പറയാണ് ഐ ഡോണ്ട് ലൈക്ക് പൈനാപ്പിൾ ഓൺ പിസ്സ. പിസ്സയിൽ പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് താല്പര്യമായിരിക്കും, പക്ഷെ നമുക്കത് ഇഷ്ടമല്ല, അതായത് മനസ്സിലാക്കുന്നു. അപ്പൊ എന്താ പറയാവുന്നത്? ഫെയർ ഇനഫ് എവ്രി വൺ ഹാസ് ദെയർ ടേസ്റ്റ്. ഫെയർ ഇനഫ് എവ്രി വൺ ഹാസ് ദെയർ ടേസ്റ്റ്. ഇവിടെ ഒരു കാര്യം നിങ്ങളിപ്പോ ഓർത്തേക്കാം, ഈ എവ്രി വൺ കഴിഞ്ഞിട്ട് ദെയർ ആണോ വരേണ്ടതെന്ന്. എവ്രി വൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എന്നാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഓരോരുത്തർ എന്ന് പറയുന്നത് മെയിൽ ആവാം ഫീമെയിൽ ആവാം. അപ്പൊ അതങ്ങനെ എടുത്ത് പറയാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോ സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിലും റിട്ടൺ ഇംഗ്ലീഷിലാണെങ്കിലും അവിടെ ഹിസ് അല്ലെങ്കിൽ ഹെർ എന്നൊന്നും പറയണ്ട, ദെയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ആ ഒരു ന്യൂട്രൽ ജെൻഡർ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പൊ എവ്രി വൺ ഹാസ് ദെയർ ടേസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഇംഗ്ലീഷ് ആണ് കേട്ടോ.
അപ്പൊ ഫെയർ ഇനഫ് എങ്ങനെ യൂസ് ചെയ്തതെന്ന് കണ്ടല്ലോ. ഇനി അടുത്ത ഇഡിയം നോക്കാം. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഈ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദിസ് സോങ് ബിഫോർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വെറുതെ ഈ പാട്ട് അറിയാമോ, ഡു യു നോ ദിസ് സോങ് എന്നും ചോദിക്കാം. അതായത് ഈ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ, കേട്ട ഓർമ്മയുണ്ടോ എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ അത്ര അത് ആ ഒരു അർത്ഥം അവിടെ കൺവേ ചെയ്യുന്നില്ല അല്ലെ. അതിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു ഇഡിയം ഉണ്ട്, ടു റിംഗ് എ ബെൽ. അപ്പൊ അവിടെ ഡസ് ദിസ് സോങ് റിംഗ് എ ബെൽ എന്ന് ചോദിക്കാം. ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന്, ഈ പാട്ടിനെ കുറിച്ച് അത് ഓർമ്മ വരുന്നുണ്ടോ എന്ന്, ഡസ് ദിസ് സോങ് റിംഗ് എ ബെൽ എന്ന്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ആ പേര് നല്ല പരിചയം തോന്നുന്നു, ദാറ്റ് നെയിം സൗണ്ട്സ് ഫെമിലിയർ, നല്ലൊരു പരിചയം തോന്നുന്നുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് ഈ ഒരു ഫ്രേസ്, ഈ ഒരു ഇഡിയം യൂസ് ചെയ്യാം, ദാറ്റ് നെയിം റിംഗ്സ് എ ബെൽ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഓർമ്മ വരുന്നുണ്ട്, ശരിക്കത് എന്താണെന്ന് കൃത്യമായിട്ട് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും എന്തോ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഈ റിംഗ് എ ബെൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ദാറ്റ് നെയിം റിംഗ്സ് എ ബെൽ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യം നെഗറ്റീവായിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാള് നമ്മളോടൊരു പേര് പറഞ്ഞിട്ട് ഇത് ആ പേര് കേട്ടിട്ട് എന്താ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മ വരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ ഫ്രേസ്, ഈ ഇഡിയം ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പറയാ, ദാറ്റ് നെയിം ഡസന്റ് റിംഗ് എ ബെൽ വിത്ത് മീ. വിത്ത് മീ എന്ന് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ദാറ്റ് നെയിം ഡസന്റ് റിംഗ് എ ബെൽ വിത്ത് മീ. ഇതേ സിറ്റുവേഷനിൽ ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ ബേസിക് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ തിങ്ക് ഐ നോ ഹെർ എന്നായിരിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് അവളെ അറിയാമെന്ന്. ഐ തിങ്ക് ഐ നോ ഹെർ. അതിന് പകരം നമുക്ക് ഈ റിംഗ് എ ബെൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ പറയാം, ദ നെയിം റിംഗ്സ് എ ബെൽ ബട്ട് ഐ കാൻറ്റ് പ്ലേസ് ഹെർ. അതായത് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ദറ്റ് നെയിം റിംഗ്സ് എ ബെൽ ബട്ട് ഐ കാൻറ്റ് പ്ലേസ് ഹെർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഐ കാൻറ്റ് പ്ലേസ് ഹെർ. അവിടെ എന്താണ് ഈ പ്ലേസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ പ്ലെയിൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയില്ലേ, ഐ കാൻറ്റ് റിമെമ്പർ ഹെർ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വേർ ഐ ഹാവ് സീൻ ഹെർ എന്നൊക്കെ പറയില്ലേ, അതിന് പകരമാണ് ഈ പ്ലേസ് എന്നുള്ള ഒരൊറ്റ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ പ്ലേസ് ഒരു വേർബായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അയാളുടെ പേര് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചെന്ന് അങ്ങ് ഓർക്കാൻ പറ്റുന്നില്ല, പിടുത്തം കിട്ടുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഹേർഡ് ഹിസ് നെയിം ബിഫോർ ബട്ട് ഐ കാൻറ്റ് ക്വയറ്റ് പ്ലേസ് ഹിം എന്ന് പറയും. ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല എന്ന്, ഐ കാൻറ്റ് ക്വയറ്റ് പ്ലേസ് ഹിം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു കാര്യം കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന ആള് പറയാണ് വേറൊരാളെ കുറിച്ച്, അയാളുമായിട്ട് നോക്കുമ്പോൾ ഞാൻ അയാളുടെ മുൻപിൽ ആരും അല്ല. അതായത് ആ ഒരു ടാലന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ ആ ടാലന്റ് വെച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊക്കെ അയാളുടെ മുമ്പിൽ ആരും അല്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇതിന് ഇയാൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഐ എം നോ ബഡി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്ന്. ഐ എം നോ ബഡി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം എന്നാണ് അയാൾ പറഞ്ഞത്. ഇത് ഒട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അല്ല. സാധാരണ ആളുകൾ ഇങ്ങനെ പറയില്ല. അവിടെ നമുക്ക് പറയാവുന്നത് ഒരു ഫ്രേസ് ഉപയോഗിച്ചാണ്. ഐ എം നോ മാച്ച് ഫോർ ഹിം എന്നങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഐ എം നോ മാച്ച് ഫോർ ഹിം. സോ നോ മാച്ച് ഫോർ സംബഡി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീൽഡിൽ, ആ ഒരു കഴിവിന്റെ കാര്യത്തിൽ, ആ ഒരു പ്രത്യേക ഒരു ടാലന്റിന്റെ കാര്യത്തിൽ അയാളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല, കമ്പയർ ചെയ്താൽ ഞാൻ വളരെ പുറകിൽ നിൽക്കുകയുള്ളൂ എന്നൊരർത്ഥം കിട്ടാനാണ് ഐ എം നോ മാച്ച് ഫോർ ഹിം അല്ലെങ്കിൽ നോ മാച്ച് ഫോർ ഹെർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, ഞങ്ങൾ തമ്മിലൊരു ചേർച്ചയില്ല, ഞങ്ങൾ തമ്മിൽ മാച്ച് ആവില്ല എന്ന് പറയില്ലേ. അങ്ങനെ പറയണമെങ്കിൽ ഈ ഫ്രേസ് അല്ല ഉപയോഗിക്കുക. അവിടെ പറയേണ്ടത് വി ആർ നോട്ട് എ ഗുഡ് മാച്ച് എന്നാണ്. വി ആർ നോട്ട് എ ഗുഡ് മാച്ച്. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, ആ ഒരു ടാലന്റ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാനൊക്കെ ഒന്നും അല്ല എന്ന് പറയണമെങ്കിൽ ആദ്യത്തെ ഫ്രേസ് ഉപയോഗിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു ടാലന്റിന്റെ കാര്യത്തിൽ രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയാണ്, ഹീസ് നോട്ട് ആസ് ഗുഡ് ആസ് ഹെർ എന്ന് വെച്ചാൽ അവളുടെ അത്ര പോരാ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് ഹീസ് നോ മാച്ച് ഫോർ ഹെർ എന്നാണ്. ഹീസ് നോ മാച്ച് ഫോർ ഹെർ. അപ്പൊ ഈ നോ മാച്ച് എന്ന് പറഞ്ഞില്ലേ, അതൊരു ഫ്രേസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു ഇഡിയം അല്ല, ജസ്റ്റ് ഒരു ഫ്രേസ് ആണ്. അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയം ഉണ്ട്, can't hold a candle to somebody എന്നാണ് ആ ഇഡിയം. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ ആകും എന്ന് നോക്കുക. ഇഡിയം വരുമ്പോ he can't hold a candle to her. he can't hold a candle to her. അതായത് നമ്മൾ മലയാളത്തില് നമ്മൾ പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, അവരുടെ 7 അയലത്ത് എത്തില്ല എന്നൊക്കെ പറയില്ലേ, അടുത്തെങ്ങും എത്തില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ ഒരു ഇഡിയം യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ, പാട്ടിന്റെ കാര്യം വരുമ്പോൾ അയാളുമായിട്ട് താരതമ്യപ്പെടുത്തിയാലും ഞാനൊക്കെ ഒന്നും അല്ല. അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം വേണമെങ്കിൽ, പ്ലെയിൻ ബേസിക് ഇംഗ്ലീഷിൽ. ഐ എം നത്തിങ് കമ്പയർഡ് ടു ഹിം വെൻ ഇറ്റ് കംസ് ടു സിംഗിങ് എന്ന് പറയാം. ഐ എം നത്തിങ് കമ്പയർഡ് ടു ഹിം വെൻ ഇറ്റ് കംസ് ടു സിംഗിങ്. അതിന് പകരം തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഒരു ഇഡിയം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഐ കാൺട്ട് ഹോൾഡ് എ കാൻഡിൽ ടു ഹിം വെൻ ഇറ്റ് കംസ് ടു സിംഗിങ്. ഐ കാൺട്ട് ഹോൾഡ് എ കാൻഡിൽ ടു ഹിം. അതായത് അടുത്തെങ്ങും എത്തില്ല, ഏഴയലത്ത് എത്തില്ല, വളരെ പുറകിലാണ് ഈ ഒരു ടാലന്റിന്റെ കാര്യത്തിൽ എന്നാണ് ഈ പറയുന്നത്. ഇനി അടുത്തതും വളരെ സാധാരണ നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങളാണ്. എനിക്ക് അയാളുടെ വാക്കുകൾ മറക്കാൻ പറ്റിയില്ല എന്ന് പറയില്ലേ നമ്മള്. ചിലപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പൊ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഐ കുഡിന്റ് ഫുഗെറ്റ് ഹിസ് വേർഡ്സ് എന്ന് പറയാം, വളരെ പ്ലെയിൻ ആയിട്ട്. ഐ കുഡിന്റ് ഫുഗെറ്റ് ഹിസ് വേർഡ്സ്, മറക്കാൻ സാധിച്ചില്ല എന്ന്, അല്ലേ? അതിന് പകരം നമുക്കത് ഇങ്ങനെയും പറയാം, ഹിസ് വേർഡ്സ് സ്റ്റേയ്ഡ് വിത്ത് മീ. അതായത് അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ തങ്ങി നിന്നു എന്ന്. ഹിസ് വേർഡ്സ് സ്റ്റേയ്ഡ് വിത്ത് മീ. ഈ സ്റ്റേ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തങ്ങുക എന്നാണ്. ഇവിടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു കാര്യം അങ്ങനെ നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. സ്റ്റേ വിത്ത് മീ, ഹിസ് വേർഡ്സ് സ്റ്റേയ്ഡ് വിത്ത് മീ. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, നമുക്കത് മറക്കാൻ സാധിക്കില്ല. അപ്പൊ അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് സ്റ്റേ വിത്ത് യു. അപ്പൊ നമ്മൾ കണ്ടതല്ലേ ഇത്, സ്റ്റേ വിത്ത് യു. സം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് സ്റ്റേ വിത്ത് യു. ഈ സ്റ്റേ വിത്ത് യു എന്ന് പറഞ്ഞതിന് പകരം വേണമെങ്കിൽ സ്റ്റിക്ക് എന്ന വേർബും യൂസ് ചെയ്യാം. അപ്പൊ സ്റ്റിക്ക് ഇൻ യുവർ മൈൻഡ് എന്ന് പറയാം. സം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് സ്റ്റിക്ക് ഇൻ യുവർ മൈൻഡ് ഫോർ എവർ. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ എക്കാലത്തും നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും, അങ്ങനെ തങ്ങി നിൽക്കും എന്നാണ് ഈ പറയുന്നത്. സം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് സ്റ്റിക്ക് ഇൻ യുവർ മൈൻഡ് ഫോർ എവർ. എല്ലാ കാലത്തേക്കും, ഫോർ എവർ. ചിലപ്പോൾ ചില മൂവിയൊക്കെ കണ്ടിട്ട് വരുമ്പോൾ നമ്മൾ പറയില്ലേ, ആ ഒരു സീൻ എൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോകുന്നുണ്ടായിരുന്നില്ല, അത് അതിനെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെപ്പറ്റി ഓർക്കുന്നത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ പറയാമല്ലോ. അപ്പോൾ ഐ കുഡിന്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദാറ്റ് സീൻ ഫ്രം ദ മൂവി എന്ന് പറയും. ഐ കുഡിന്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദാറ്റ് സീൻ, അല്ലേ? അതിന് പകരം നമുക്കൊരു ഫ്രേസ് ഉപയോഗിച്ച് ഇങ്ങനെ പറയാം, ദാറ്റ് സീൻ ലിങ്കേർഡ് ഇൻ മൈ മൈൻഡ്. ആ ഒരു സീൻ മനസ്സിൽ തന്നെ ഇങ്ങനെ ലിങ്കർ ചെയ്ത് നിൽക്കുകയായിരുന്നു, അത് തങ്ങി നിൽക്കുകയായിരുന്നു എന്ന്. അത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് പോവുമായിരുന്നു. ദാറ്റ് സീൻ ലിങ്കേർഡ് ഇൻ മൈ മൈൻഡ്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോടൊരു നല്ലൊരു കോമെന്റ് അല്ലെങ്കിൽ വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോമെന്റ് പറഞ്ഞെന്നിരിക്കട്ടെ, അത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ തന്നെ ഇങ്ങനെ കിടക്കുമല്ലോ അത്, അല്ലേ? അപ്പൊ നമുക്ക് പറയാവുന്നത് ദാറ്റ് കോമെന്റ് ലിങ്കേർഡ് ഇൻ മൈ മൈൻഡ് ഫോർ ഡേയ്സ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ നമ്മൾ എന്താണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുക? ദാറ്റ്സ് സോ ഈസി ടു ഡിസൈഡ് എന്ന് പറയും, അല്ലേ? അത് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്. ദാറ്റ്സ് സോ ഈസി ടു ഡിസൈഡ്. അതിന് പകരം നമുക്കൊരു ഫ്രേസ് ഉപയോഗിക്കാം, നോ ബ്രെയിനർ എന്ന് പറയാം. അപ്പൊ അവിടെ നമുക്ക് പറയാവുന്നത് ദാറ്റ്സ് എ നോ ബ്രെയിനർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണെന്ന്. അത്ര ക്ലിയർ ആണ് നമ്മൾ എന്ത് തീരുമാനിക്കും എന്നുള്ളത്, അത്ര ഈസിയാണ് തീരുമാനിക്കാൻ. അവിടെ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് എ നോ ബ്രെയിനർ. അപ്പൊ അതൊരു ഫ്രേസ് ആണ് കേട്ടോ, അതൊരു ഇഡിയം അല്ല. ഈ ഞാൻ പറഞ്ഞത് തന്നെ എ നോ ബ്രെയിനർ എന്നാണല്ലോ. അപ്പൊ ഈ നോ ബ്രെയിനർ എന്ന് പറയുന്നത് ഒരു നൗൺ ആയിട്ടാണ് വരുന്നത്, മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട കാര്യമേ വന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും സാധാരണ ഇംഗ്ലീഷിൽ പറയാ? ഐ ഡിഡ്ന്റ് ഹാവ് ടു തിങ്ക് മച്ച് അബൌട്ട് ഇറ്റ് എന്ന് പറയും, അല്ലേ? ഒരുപാട് അങ്ങനെ ആലോചിക്കേണ്ടി വന്നില്ല, ഐ ഡിഡ്ന്റ് ഹാവ് ടു തിങ്ക് മച്ച് അബൌട്ട് ഇറ്റ്. പക്ഷെ അതിന് പകരം ഈ നോ ബ്രെയിനർ എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് വാസ് എ നോ ബ്രെയിനർ ഫോർ മീ. ആ ജോലി ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിസ്സാരമായിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇറ്റ് വാസ് എ നോ ബ്രെയിനർ ഫോർ മീ. ഇനി അടുത്തതൊരു ഇഡിയമാണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്നിരിക്കട്ടെ, അത് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാ? ഐ ഫീൽ സിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നും പറയാം. പക്ഷെ ഇതേപോലെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയമുണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണിത്, അണ്ടർ ദ വെദർ എന്ന് പറയാം. ഇവിടെ നമ്മൾ എന്ത് പറയും എന്നറിയാമോ? ഐ എം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. എനിക്ക് നല്ലൊരു സുഖം തോന്നുന്നില്ല, ആകെ ഒരു സുഖക്കേട്, ആ ഒരു അർത്ഥം പറയാനാണ് ഐ എം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ അണ്ടർ ദ വെദർ എന്നുള്ളതാണ് ഇഡിയം. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ടു ഫീൽ അണ്ടർ ദ വെദർ എന്ന് പറയാം, അല്ലെങ്കിൽ ടു ബി അണ്ടർ ദ വെദർ എന്നും പറയാം.
അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഇന്നലെ എന്താ അവിടെ വരാതിരുന്നേ, ആ ഫംഗ്ഷന് വരാതിരുന്ന എന്താ? അപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല, സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ ഐ വാസ് അണ്ടർ ദ വെദർ എന്ന് പറയും. അപ്പൊ അവിടെ ഐ ഫീൽ അല്ല, ഐ വാസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ ബിയുടെ പാസ്റ്റ് ടെൻസ് വാസ് വന്നു, ഐ വാസ് അണ്ടർ ദ വെദർ. അപ്പൊ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ ഇന്നലെ വരാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറയുമല്ലോ. അതെങ്ങനെയാ സാധാരണ ഇംഗ്ലീഷിൽ പറയാ? ഐ കുഡിൻ കം യെസ്റ്റർഡേ എന്ന് പറയും അല്ലെ. ഐ കുഡിൻ കം യെസ്റ്റർഡേ. ആ കുഡിൻ കം, അതായത് വരാൻ സാധിച്ചില്ല, വരാൻ കഴിഞ്ഞില്ല എന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ആണ് മേക്ക് ഇറ്റ്. അപ്പൊ ഇവിടെ മേക്ക് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നാണല്ലോ അർത്ഥം. ആ അർത്ഥത്തിലല്ല നമ്മളിവിടെ മേക്ക് ഇറ്റ് എന്ന് പറയുന്നത്. അതുണ്ടാക്കൂ എന്നല്ല അർത്ഥമാക്കുന്നത്. അപ്പൊ പറയുന്നതൊന്ന്, പക്ഷെ അർത്ഥം വേറൊന്ന്. അങ്ങനെ വരുമ്പോഴാണല്ലോ അതിനെ നമ്മൾ ഇഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇഡിയമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് പറയുന്നത്? ഐ കുഡിൻ മേക്ക് ഇറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് വരാൻ സാധിച്ചില്ല, അവിടെ എത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഈ പറയുന്നത്. ഐ കുഡിൻ മേക്ക് ഇറ്റ് യെസ്റ്റർഡേ. അപ്പോൾ എവിടെയെങ്കിലും എത്തിച്ചേരുക, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് എത്തുക, ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ മേക്ക് ഇറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ വി കുഡിൻ മേക്ക് ഇറ്റ് ടു ദ പാർട്ടി എന്ന് പറയും. വി കുഡിൻ മേക്ക് ഇറ്റ് ടു ദ പാർട്ടി. മേക്ക് മാത്രമല്ല കേട്ടോ, മേക്ക് ഇറ്റ്, അത് ഒരുമിച്ച് പറഞ്ഞേ. വി കുഡിൻ മേക്ക് ഇറ്റ് ടു ദ പാർട്ടി. പക്ഷെ ഈ മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഇഡിയം ഉണ്ടല്ലോ നമ്മളിപ്പോ കണ്ടത്, ഇത് നമുക്ക് വേറെ പല അർത്ഥത്തിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, ഒരാള് അയാളുടെ കരിയറിൽ സക്സസ്ഫുൾ ആവുക എന്നൊക്കെ പറയില്ലേ, അയാളുടെ കരിയറിൽ അയാൾ വിജയിക്കുക എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടാനും മേക്ക് ഇറ്റ് എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഏതെങ്കിലും ഒരു നടനെ കുറിച്ചൊക്കെ, അയാളുടെ കരിയറിൽ ഇത്രയും വിജയിക്കാൻ അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ അത് അതേപോലെ തന്നെ വളരെ പ്ലെയിൻ ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹി വർക്ക് സോ ഹാർഡ് ടു ബി എ സക്സസ്ഫുൾ ആക്ടർ. അപ്പോൾ വിജയിച്ച ഒരു നടനാണ് അല്ലെ, അയാളൊരു സൂപ്പർ സ്റ്റാർ ആയി മാറി. ആ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് അവിടെ മേക്ക് ഇറ്റ് എന്ന് യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം, ഹി വർക്ക് സോ ഹാർഡ് ടു മേക്ക് ഇറ്റ് ആസ് എൻ ആക്ടർ. ടു മേക്ക് ഇറ്റ് ആസ് എൻ ആക്ടർ, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഇത്ര വിജയിക്കാൻ അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ സക്സസ്ഫുൾ ആയി എന്നൊരു അർത്ഥം കിട്ടാനാണ് ടു മേക്ക് ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ മേക്ക് ഇറ്റിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക, അത് തരണം ചെയ്യുക, സർവൈവ് ചെയ്യുക, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക എന്നൊരു അർത്ഥം കിട്ടാൻ ഈ മേക്ക് ഇറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എങ്ങനെയെങ്കിലും ശമ്പളം കിട്ടുന്ന ദിവസം വരെ ഒന്ന് പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് പോകണം എന്ന് പറയില്ലേ. അപ്പൊ അവിടെ നമുക്ക് സാധാരണ പോലെ ഇങ്ങനെ പറയാം, വി നീഡ് ടു മാനേജ് അൺടിൽ പേ ഡേ എന്ന് പറയാം. ശമ്പളം കിട്ടുന്ന ദിവസം വരെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടിക്കൊണ്ട് പോകണം എന്ന്, അതങ്ങ് മാനേജ് ചെയ്തുകൊണ്ട് പോകണം എന്ന്. അപ്പൊ പേ ഡേ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് സാലറി കിട്ടുന്ന ദിവസം, അതാണ് കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞത് വി നീഡ് ടു മാനേജ് അൺടിൽ പേ ഡേ. ഈ മാനേജ് എന്ന് ഇവിടെ പറഞ്ഞില്ലേ, അതിന് പകരം മേക്ക് ഇറ്റ് എന്നും യൂസ് ചെയ്യാം. വി ജസ്റ്റ് നീഡ് ടു മേക്ക് ഇറ്റ് അൺടിൽ പേ ഡേ എന്ന് പറയാം. വി ജസ്റ്റ് നീഡ് ടു മേക്ക് ഇറ്റ് ടിൽ പേ ഡേ. ഇനി അടുത്തത് ഒരു ഇഡിയമാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, എന്തെങ്കിലും ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെ കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ പിന്നെ മുഖം തിരിച്ച് നടക്കുന്നത്, അതായത് മറ്റേ ആളും കൂടെ മിണ്ടാൻ വന്നാൽ പോലും മൈൻഡ് ചെയ്യാത്ത പോലെ നടക്കുന്നത് അല്ലേ, ഒരു വളരെ കോൾഡ് ആയിട്ടുള്ളൊരു പ്രതികരണം കൊടുക്കുന്നത്, ഗൗനിക്കാതെ നടക്കുന്നത്. അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയുമുണ്ട്, ടു ഗിവ് എ കോൾഡ് ഷോൾഡർ അല്ലെങ്കിൽ ടു ഗിവ് ദ കോൾഡ് ഷോൾഡർ. അപ്പോൾ ആഫ്റ്റർ ദി ആർഗ്യുമെന്റ് ഹി ഡിഡ്ന്റ് ടോക്ക് ടു ഹെർ ഓൾ ഈവനിങ്. വൈകുന്നേരം മുഴുവനും, അന്നത്തെ ദിവസം വൈകിട്ട് മുഴുവനും ആ തർക്കം കഴിഞ്ഞിട്ട് അയാൾ അവരോട് സംസാരിക്കാതെ നടന്നു എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ ഹി ഡിഡ്ന്റ് ടോക്ക് ടു ഹെർ എന്നാണല്ലോ പറഞ്ഞത്. അതിന് പകരം ശരിക്കും പറഞ്ഞവിടെ ഉദ്ദേശിക്കുന്നത് സംസാരിക്കാൻ കൂട്ടാക്കാതെ വളരെ തണുത്ത പ്രതികരണം കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നടന്നു എന്നൊക്കെയല്ലേ. അവിടെ നമുക്ക് ഈ ടു ഗിവ് എ കോൾഡ് ഷോൾഡർ യൂസ് ചെയ്യാം. ഹി ഗേവ് ഹെർ ദ കോൾഡ് ഷോൾഡർ ഓൾ ഈവനിങ്. ഹി ഗേവ് ഹെർ ദ കോൾഡ് ഷോൾഡർ ഓൾ ഈവനിങ്. മനസ്സിലായോ? അപ്പോൾ മൈൻഡ് ചെയ്തില്ല, ഗൗനിച്ചില്ല എന്നൊരർത്ഥം കിട്ടാനാണ് നമ്മൾ ടു ഗിവ് ദ കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞത്. ഞാൻ അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അയാള് എന്നെ ഗൗനിച്ചില്ല. അപ്പൊ അത് ഇന്റൻഷനലി ചെയ്യുന്നതാണ്, ഓൺ പേർപ്പസ് ആണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അവിടെ എന്താ പറയുന്നത്? ഐ ട്രൈ ടു ടോക്ക് ടു ഹിം ബട്ട് ഹി ഗേവ് മീ ദ കോൾഡ് ഷോൾഡർ. ഐ ട്രൈ ടു ടോക്ക് ടു ഹിം, ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു, ബട്ട് ഹി ഗേവ് മീ ദ കോൾഡ് ഷോൾഡർ. പിന്നെ വളരെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ ഈ പറയുന്നത്.
എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് നോ എന്ന് പറയും അല്ലെ? അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം അവിടെ, ഐ ഡോണ്ട് നോ. അതിന് പകരം ഐ ഹാവ് നോ ഐഡിയ എന്ന് പറയാം. അപ്പോൾ ഹാവ് നോ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടും തമ്മിൽ ആ ലെവലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഐ ഡോണ്ട് നോയും ഐ ഹാവ് നോ ഐഡിയയും തമ്മിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഉപയോഗിക്കാൻ നോക്കൂ. അപ്പൊ അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതിന് ഐ ഡോണ്ട് നോ വേ ഹി ഈസ് എന്ന് പറയണ്ട, ഐ ഹാവ് നോ ഐഡിയ വേ ഹി ഈസ് എന്ന് പറയാം. ഐ ഹാവ് നോ ഐഡിയ വേ ഹി ഈസ്. പിന്നെ ഐ ഹാവ് നോ ഐഡിയ എന്നുള്ളതിന് പകരം ഐ ഹാവ് ഗോട്ട് നോ ഐഡിയ എന്ന് പറയാം കേട്ടോ. ഐ ഹാവ് ഗോട്ട് നോ ഐഡിയ. അപ്പൊ അത് രണ്ടും എഴുതിയതിന്റെ വ്യത്യാസം കണ്ടോ? ആദ്യത്തില് രണ്ട് സെന്റൻസസ് തന്നതിലത്തെ കാര്യം ഞാൻ പറയാണ്. ആദ്യത്തില് ഐ ഹാവ് നോ ഐഡിയ എന്ന് പറഞ്ഞു, അവിടെ ഐ ഹാവ് നോ ഐഡിയ എന്ന് പറയില്ല, കാരണം അവിടെ ഹാവ് ആണ് അവിടുത്തെ മെയിൻ വേർബ്. അപ്പൊ അവിടെ നമ്മൾ അതവിടെ കൺട്രാക്ട് ചെയ്ത് ഐ ഹാവ് എന്ന് പറയില്ല, ഐ ഹാവ് നോ ഐഡിയ. പക്ഷെ രണ്ടാമത്തേല് ഐ ഹാവ് ഗോട്ട്, ഗോട്ട് ആണ് വേർബ്, ഇവിടെ ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമാണ്. അപ്പൊ അവിടെ നമുക്ക് ഐ ഹാവ് ഗോട്ട് എന്ന് പറയാം. അവിടെ ഹാവ് നമ്മൾ ഐയുടെ കൂടെ ചേർത്ത് ചുരുക്കി പറഞ്ഞു, കൺട്രാക്ട് ചെയ്തു. ഐ ഹാവ് ഗോട്ട് നോ ഐഡിയ വേ ഹി ഈസ്. അയാൾ എന്താ ലേറ്റ് ആവുന്നതെന്ന് എനിക്ക് ഒരു ധാരണയും ഇല്ല, എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ വൈ ഹി ഈസ് ലേറ്റ്. അപ്പൊ അവിടെ ഐ ഹാവ് നോ ഐഡിയ എന്നല്ലേ പറഞ്ഞേ, അതിന് പകരം ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ എന്നും പറയാം. മനസ്സിലായോ? അപ്പൊ ഐ ഡോണ്ട് ഹാവ് വന്നത് കൊണ്ട് പിന്നെ നോ ഐഡിയ പറ്റില്ല, എനി ഐഡിയ. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞതിൽ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, ഐ ഡു നോട്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ വൈ ഹി ഈസ് ലേറ്റ്. അപ്പൊ ഇവിടെ ഈ ഹാവ് നോ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്, അതൊരു ഇഡിയം അല്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയം ഉണ്ട്, അത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അവിടെ നമുക്ക് പറയാം ഇറ്റ് ബീറ്റ്സ് മീ. അയാൾ എന്താ വൈകുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല, ഇറ്റ് ബീറ്റ്സ് മീ. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയില്ല എന്നാ പറയുന്നത്, ഇറ്റ് ബീറ്റ്സ് മീ. അതും അല്ലെങ്കിൽ അതിലും ഷോർട്ടായിട്ട് ബീറ്റ്സ് മീ എന്ന് മാത്രം പറയാം. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് ഈ സ്കൈ എന്തെങ്കിലും ബ്ലൂ കളറിൽ ഇരിക്കുന്നേ, ബീറ്റ്സ് മീ. എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, സോ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിന് പകരമാണ് ഇറ്റ് ബീറ്റ്സ് മീ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഫ്രേസ് നോക്കാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ ആ ഒരു തീരുമാനം രണ്ട് കൂട്ടർക്കും നല്ലതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു, അത് രണ്ട് പക്ഷത്തുള്ള ആളുകൾക്കും നല്ലതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഡിസിഷൻ ഇസ് ഗുഡ് ഫോർ ബോത്ത് സൈഡ്സ് എന്ന് പറയും അല്ലെ? ദ ഡിസിഷൻ ഇസ് ഗുഡ് ഫോർ ബോത്ത് സൈഡ്സ്. രണ്ട് പാർട്ടിക്കാർക്കും, രണ്ട് കക്ഷികൾക്കും, രണ്ടാളുകൾക്കും അത് ഒരേപോലെ നല്ലതാണെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്, വിൻ വിൻ എന്ന് പറഞ്ഞു വരുന്ന ഒരു ഫ്രേസ് ആണ്. അപ്പൊ ഇവിടെ ദ ഡിസിഷൻ ഇസ് എ വിൻ വിൻ ഫോർ ബോത്ത് സൈഡ്സ് എന്ന് പറയാം. ആദ്യത്തേല് ഇസ് ഗുഡ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരമാണ് ഇസ് എ വിൻ വിൻ. അപ്പൊ ഇവിടെ വിൻ വിൻ എന്ന് പറയുന്നത് ഒരു നൗൺ ആയിട്ടാ വന്നേ, അതുകൊണ്ടാണ് എ വിൻ വിൻ. നേരത്തെ നമ്മൾ എ നോ ബ്രെയിനർ എന്ന് കണ്ടില്ലേ, അതേപോലെ എ വിൻ വിൻ. ദ ഡിസിഷൻ ഇസ് എ വിൻ വിൻ ഫോർ ബോത്ത് സൈഡ്സ്. ഈക്വലി ഗുഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ പറയുന്നത്, നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തൊരു കാര്യം ഓർമ്മയുണ്ടോ? അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, വർക്കിംഗ് ഫ്രം ഹോം ഇസ് എ വിൻ വിൻ അറേഞ്ച്മെന്റ്. അതായത് പണ്ട് നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും നല്ലതായിരുന്നു. ജോലി ചെയ്യുന്ന ആൾക്കും ആ കമ്പനിക്കും അത് നല്ലതായിരുന്നു. കാരണം വരുന്നതിന്റെ ആയിട്ടുള്ള കുറെ ചെലവുകൾ അല്ലെങ്കിൽ സമയനഷ്ടമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം രണ്ട് കൂട്ടർക്കും ലാഭിക്കാമായിരുന്നു. നമുക്കും സൗകര്യം, ജോലി ചെയ്യുന്നവർക്കും അതാണ് സൗകര്യം. രണ്ട് കൂട്ടർക്കും അത് ഒരേപോലെ നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വർക്കിംഗ് ഫ്രം ഹോം ഇസ് എ വിൻ വിൻ അറേഞ്ച്മെന്റ്. കേട്ടോ, എ വിൻ വിൻ അറേഞ്ച്മെന്റ്. ഇവിടെ നമ്മൾ വിൻ വിൻ എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത്. നല്ലൊരു അറേഞ്ച്മെന്റ് ആണെന്ന്, ഒരേപോലെ രണ്ട് കൂട്ടർക്കും ഗുണം നൽകുന്ന അറേഞ്ച്മെന്റ്. സോ ഹിയർ നമ്മൾ വിൻ വിൻ എന്ന് പറയുന്ന ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എ വിൻ വിൻ ഡീൽ, എ വിൻ വിൻ സിറ്റുവേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് എല്ലാവർക്കും ഒരുപോലെ ഗുണപ്പെടും. അപ്പോൾ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ എവ്രി വൺ. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ എവ്രി വൺ. മനസ്സിലായോ എങ്ങനെയാ അത് ഉപയോഗിച്ചതെന്ന്? അപ്പൊ ഈ വിൻ വിൻ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അത് ഇത്രയേ ഉള്ളൂ, രണ്ട് കൂട്ടർക്കും ഒരേപോലെ നല്ലതായിട്ട് ഭവിക്കുന്ന ഒരു കാര്യം. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്, പക്ഷെ ആദ്യം അത് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് എന്തെങ്കിലും തരത്തിൽ അത് അടിയിൽ പിടിച്ചു, ആ സാധനം മുഴുവൻ ബേൺ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കത് രണ്ടാമത് ആദ്യം തുടങ്ങി ചെയ്യേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഐ ഹാഡ് ടു ഡു ഇറ്റ് ഫ്രം ദ ബിഗിനിങ് എന്ന് പറയും അല്ലെ? തുടക്കം തുടങ്ങി രണ്ടാമത് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു ഡു ഇറ്റ് ഫ്രം ദ ബിഗിനിങ്.
അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഫ്രേസ് ഉണ്ട്, അതൊരു ഇഡിയമാണ്, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഇവിടെ സ്ക്രാച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉരസൽ അല്ലെങ്കിൽ ഇങ്ങനെ മാന്തുക, സ്ക്രാച്ച് ചെയ്യുക, അതൊന്നുമല്ല. ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം? സോ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. കണ്ടോ, ഇത് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ബിഗിനിങ് എന്നുള്ള വാക്കൊന്നും യൂസ് ചെയ്യണ്ട. ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ വെരി ബിഗിനിങ് എന്നുള്ളതിന് പകരമാണ് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓണത്തിന് പാലട ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഈ പാലട ഉണ്ടാക്കുന്നതിന് വേണ്ട അട നമുക്ക് വേണമെങ്കിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. പക്ഷെ ചിലർ അങ്ങനെയല്ല, അട തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാണ് തുടങ്ങുക. അതിന്റെ അർത്ഥം അതിനാദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി ടോട്ടലായി അവര് തന്നെയാണ് ചെയ്യുന്നതാണ് അല്ലെ. അവിടെയും നമുക്ക് ഈ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ള ആ ഒരു ഫ്രേസ്, ആ ഒരു രീതിയെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലര് കേക്ക് മിക്സ് വാങ്ങിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ മാത്രമാണ് വീട്ടിൽ ചെയ്യുക. അങ്ങനെയല്ല, കേക്കിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മെഷർ ചെയ്ത് എടുത്ത് അത് മിക്സ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെനെവർ ഐ മേക്ക് എ കേക്ക് ഐ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. ഞാൻ എപ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ ആദ്യം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യുക. വെനെവർ ഐ മേക്ക് എ കേക്ക് ഐ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. പിന്നെ നമ്മൾ ഒരുപാട് ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ പഠിച്ചു. അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ ഒരു ക്വിസ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സെന്റൻസസ് ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഞാനിവിടെ ഈ സെന്റൻസസ് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പാർട്ടിൽ നിങ്ങൾ കാണുന്നത് 4 സെന്റൻസസിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇനി തൊട്ട് താഴെ നിങ്ങളിപ്പോ കാണുന്നത് ഈ 4 സെന്റൻസസിന്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസസ് എല്ലാം ശരിയായ രീതിയിൽ അതിന്റെ ഭാഗങ്ങൾ തമ്മിൽ ചേർക്കണം. അതായത് ഇവിടെ നിങ്ങൾ ആദ്യത്തേതിൽ കാണുന്നുണ്ടല്ലോ, ബൈയിങ് ദിസ് ഫ്ലാറ്റ് ഫോർ സച്ച് എ ലോ പ്രൈസ് എന്ന് കണ്ടില്ലേ? അതിന്റെ സെക്കൻഡ് പാർട്ട് താഴെ ഏത് ഭാഗമാണ്, ഏത് സെന്റൻസ് ആണ് അതുമായിട്ട് ചേരുന്നതെന്ന് നിങ്ങൾ നോക്കൂ. അതുപോലെ രണ്ടാമത്തത് ഷീ കുക്സ് വെൽ, അത് കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ട്, അത് എങ്ങനെയാണ് നിങ്ങൾ ചേർക്കുക? മൂന്നാമത്തത് ഹി ഫോട്ട് വിത്ത് ഹിസ് വൈഫ്, ഭാര്യയായിട്ട് അയാള് വഴക്കിട്ടു. ആ സെന്റൻസിന്റെ അവസാനത്തെ ഭാഗം ഏതാണ്? നാലാമത്തത് നോക്കൂ. ദ ടൈറ്റിൽ ഓഫ് ദ മൂവി റിങ്സ് എ ബെൽ, ആ മൂവിയുടെ പേര് കേൾക്കുമ്പോൾ എന്തോ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അതിന്റെ അവസാനത്തെ ഭാഗം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ ഇത് തമ്മിൽ ചേർത്തിട്ട് നിങ്ങളത് കോമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യൂ കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇന്നുള്ള അസൈൻമെന്റ് ഞാൻ തരുന്നത്. അപ്പൊ ഈ വീഡിയോ വെറുതെ കണ്ടു പോയാൽ പോരാ, നിങ്ങൾ ഇവിടെ കാണുന്ന ആ ഒരു ഫ്രേസസ് അല്ലെങ്കിൽ ഇഡിയംസ് ഒക്കെ ഉണ്ടല്ലോ, അത് എഴുതി വെക്കണം. കാരണം ഇത് നമ്മൾ സ്ഥിരം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്രയും അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആവശ്യം വരുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മയിൽ വരിക, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നാവിന്റെ തുമ്പത്ത് വരിക. അപ്പൊ അതിന് പ്രാക്ടീസ് ഒരുപാട് ആവശ്യമുണ്ട്, അത് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതെന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ പറയൂ. ഇത് ഇഷ്ടാവുന്ന അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് താമസിയാതെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.